കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വോട്ടു ചോർച്ചയിൽ CPM-ൽ നടപടിക്ക് സാധ്യത. ഇടതു കോട്ടകളിലെ തോൽവി സൂക്ഷ്മമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി. ധർമ്മടത്തുൾപ്പെടെ വോട്ടു ചോർന്നതിലും അന്വേഷണം ഉണ്ടാകും. ഇവിടങ്ങളിൽ കടുത്ത സംഘടനാ നടപടിക്കാണ് സാധ്യത. ഒരിക്കലും ഇളകില്ലെന്ന് കരുതിയ പാർട്ടി കോട്ടകൾ കടപുഴകിയതിന്റെ നടുക്കം CPM-ന് ഇതുവരെ മാറിയിട്ടില്ല. ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുണ്ടെന്ന് അവകാശപ്പെടുന്ന കണ്ണൂരിൽ പാർട്ടിക്ക് നഷ്ടമായത് ഉറച്ച 2 മണ്ഡലങ്ങൾ. പയ്യന്നൂരിൽ 50,000-നടുത്ത് ഭൂരിപക്ഷത്തിന് വിജയിച്ച TI മധുസൂദനനെ V കുഞ്ഞികൃഷ്ണൻ എന്ന മുൻ ജില്ലാ കമ്മിറ്റി അംഗം തോൽപ്പിച്ചത് 7,000-ലധികം വോട്ടിന്. സ്വന്തം ബൂത്തിൽ പോലും TI മധുസൂദനന് അടിതെറ്റി. രക്തസാക്ഷി ധനരാജിന്റെ ബൂത്തിലും CPM-ന്റെ വോട്ട് ചോർന്നു. മുഴുവൻ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് പ്രചാരണം നടത്തിയിട്ടും തളിപ്പറമ്പിലും CPM-ന് അടിതെറ്റി. 22,689 വോട്ടിന് LDF ജയിച്ചയിടത്താണ് ഇത്തവണ TK ഗോവിന്ദൻ അട്ടിമറി ജയം സ്വന്തമാക്കിയത്. പാർട്ടി കോട്ടയായ മലപ്പട്ടത്ത് TK ഗോവിന്ദന്റെ ബൂത്തിൽ UDF ലീഡ് നേടി. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തും മട്ടന്നൂരും കല്യാശ്ശേരിയിലുമെല്ലാം വോട്ട് ചോർന്നതാണ് CPM-നെ ആശങ്കപ്പെടുത്തുന്നത്. സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഉൾപ്പെടെ വോട്ട് ചോർച്ചയിൽ മറുപടി പറയേണ്ടി വരും. കടുത്ത സംഘടനാ നടപടികളാകും വരും ദിവസങ്ങളിൽ CPM-നകത്തുണ്ടാവുക. റിപ്പോർട്ടർ, കണ്ണൂർ.